എനിക്കവിടെ സ്ട്രൈക്കായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് ഈ രീതിയിലാണ്. ഞാനേ കുറച്ചു മുമ്പ് ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ആനുവൽ പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, പിള്ളേരിങ്ങനെ ഓടി കളിക്കായിരിക്കുമല്ലോ. അപ്പോൾ 2 കുട്ടികൾ ഓടി കളിച്ച് ടയേർഡായിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് വെള്ളം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും അമ്മ അനങ്ങുന്നില്ല. അവസാനം ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, ഇതോ അവിടെ നിൽക്കുന്ന അങ്കിളിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അവർ ഓടിപ്പോയി അയാളുടെ അടുത്ത് ചോദിക്കുക, അയാൾ വെള്ളം എവിടെ ഇരിക്കണേന്ന് കാണിച്ചു കൊടുത്തപ്പോഴത്തേന് ഇവർ ഓടിപ്പോയി ആ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് വീണ്ടും കളിക്കാൻ പോയി. എനിക്കവിടെ സ്ട്രൈക്കായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ വളർത്തുന്നത് ഈ രീതിയിലാണ്. ഹെൽപ്പ് എടുക്കാൻ അവരെ പഠിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ അമ്മേനെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അമ്മയ്ക്ക് കിട്ടിയ പാരന്റിങ് അതായിരിക്കും. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നായിരിക്കും ഒരുപക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പാരന്റിങ്. ഇപ്പോഴത്തെ ഡാറ്റ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പുറത്തു വരുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. അതേസമയം നമ്മൾ ഈ കുട്ടികളെ വളർത്തുകയാണ്, ഹെൽപ്പ് എടുക്കാനും സപ്പോർട്ട് എടുക്കാനും സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാനും ഒക്കെ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇനി മുതൽ എന്താണ് അങ്ങനെ ചെയ്താൽ നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കാൻ പറ്റും.